തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്നും വിദ്യാർത്ഥിനി താഴേക്ക് ചാടി. 1ാം വർഷ MBBS വിദ്യാർത്ഥിനി കോട്ടയം സ്വദേശി സ്നേഹയാണ് ചാടിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ താഴേക്ക് ചാടിയത് കോട്ടയം സ്വദേശിയായിട്ടുള്ള സ്നേഹ എന്നുള്ള പേരുള്ള 1ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി അല്പം മുമ്പ് മരണത്തിന് കീഴടങ്ങി എന്നുള്ളൊരു ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ ഈ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ഈ താഴെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ താഴെ വിദ്യാർത്ഥി വീണ് കിടക്കുന്നതാണ് അവിടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ വിദ്യാർത്ഥിയെ അവിടെ തന്നെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 10 മണിയോടെ ഉണ്ടായി 1 മണിക്കൂറോളം പിന്നിടുമ്പോഴേക്കും കുട്ടി മരണത്തിന് കീഴടങ്ങിയതായിട്ടാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടാനുണ്ടായ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുട്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത് മറ്റ് ആരും കണ്ടിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. വീണതാണോ അതോ ചാടിയതാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കാനായി എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കുട്ടി ചാടിയതാണെന്നുള്ള ഒരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും കുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ദാരുണമായ ഒരു സംഭവമാണ്. ആശുപത്രിയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്നും വിദ്യാർത്ഥി ചാടി മരിക്കുന്നു. എന്താണ് ഇതിനുമായി ബന്ധപ്പെട്ട കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും ഈസ്റ്റ് പോലീസുമായി ബന്ധപ്പെട്ട് കൂടെയുള്ള മറ്റു വിദ്യാർത്ഥികളോടൊക്കെ വിവരങ്ങൾ ആരായും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. എന്തായാലും ഈസ്റ്റ് പോലീസ് ഇപ്പോൾ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അനീഷ്, ഈ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജുമായി അവിടെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അരുണിമ, അധികൃതരാണ് കുട്ടി ചാടിയതാണോ വീണതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചത്. കാരണം ഈ കുട്ടി ചാടുന്നതായി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ പറയുന്നത്. കുട്ടി നിലത്ത് ഈ കെട്ടിടത്തിന്റെ ഈ 4ാം നില നിന്ന് മുകളിലേക്ക് വീണ ആ കെട്ടിടത്തിന്റെ താഴെ കിടക്കുന്ന നിലയിലാണ് അവിടെയുള്ളവർ കണ്ടെത്തിയത്. ഉടൻ വിദ്യാർത്ഥിയെ അവിടെ തന്നെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. അതാണ് മരണകാരണമായി പറയുന്നത്. ആശുപത്രി അധികൃതർ പറയുന്നത് വീണതാണോ ചാടിയതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ആ പ്രദേശത്തുള്ളത് ഒക്കെ പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈസ്റ്റ് പോലീസ്. എന്തായാലും എന്താണ് ഈ ഇങ്ങനൊരു കാര്യത്തിന് ആ കുട്ടിയെ പ്രേരിപ്പിച്ചത്, എന്താണ് ഒരു ആത്മഹത്യയിലേക്കൊക്കെ നയിക്കാനുണ്ടായ കാരണം എന്നുള്ള കാര്യത്തിൽ അന്വേഷണം എന്തായാലും പോലീസ് നടത്തും. ഒപ്പം പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികളോടൊക്കെ വിവരങ്ങൾ ആരായാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈസ്റ്റ് പോലീസ്. എന്തായാലും കുട്ടി മരണപ്പെട്ടു, വിദ്യാർത്ഥി മരണപ്പെട്ടു എന്നുള്ളൊരു ഖേദകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അരുണിമ. അനീഷ്, എന്തായാലും ഈ ഒരു കുട്ടി 4ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയതിൽ ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹത എന്തെങ്കിലും, പ്രത്യേകിച്ച് ഈ ഒരു മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ നിന്നാണ് ചാടിയിരിക്കുന്നത്, ഏതെങ്കിലും രീതിയിലുള്ള അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അതോ ഈ ഒരു വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ? തീർച്ചയായും അത് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ എന്താണ് ചാടാനുള്ള കാരണം എന്ന കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും പ്രാഥമികമായി അങ്ങനെ ഒരു അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കുട്ടിയുടെ പേഴ്സണലായി എന്തെങ്കിലും കാര്യം ആയിരിക്കാം അങ്ങനെ ഒരു കൃത്യത്തിന് ആ വിദ്യാർത്ഥിയെ പ്രേരിപ്പിച്ചെന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വ്യക്തത അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരും, അല്ലെങ്കിൽ അറിയാൻ കഴിയുമെന്നുള്ളൊരു കാര്യമാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സഹവിദ്യാർത്ഥികളോടൊക്കെ വിവരങ്ങൾ ആരായുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം കൂടി വ്യക്തത വരുമെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ശരി, വ്യക്തമാണ്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്നാണ് വിദ്യാർത്ഥിനി താഴേക്ക് ചാടി മരിച്ചിരിക്കുന്നത്. 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. കോട്ടയം സ്വദേശി സ്നേഹയാണ് മരിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു ഇത്തരത്തിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടാനുള്ള കാരണം എന്താണെന്നുള്ളൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേന്ദ്ര ജലവിഭവ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തുന്നു. വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനാണ് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രാലയം ശ്രമിക്കുന്നത്. കേന്ദ്ര ജലവിഭവ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി.
we have also called the officers there, and since it is a subject which is matter sub judice with the Supreme Court, and Supreme Court has constituted a committee to look after it, JB has been raising, and many more MPs from the state have been raising this issue. Members from Tamil Nadu also have been raising this issue. So it's a matter which is under, not actually a dispute, under negotiation, and I'm sure Government of India is aware of it. And this is a very important. There is a treaty between the two states which is under scrutiny and review, and I'm sure it is going to come out best possible. Well, Kerala is part of the country, a very important state, one of the most beautiful states. It's a heavenly state. And of course, we have other states also. Tamil Nadu is again a very important state. So whatever is good for the people of southern region will definitely be a part of the agenda for the central government. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഇപ്പോൾ തമിഴ്നാട് തയ്യാറാകുമോ? ഈ ഒരു വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? സാധ്യത ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ കേന്ദ്ര ജലമന്ത്രാലയം എല്ലാ കക്ഷികളുടെയും നിലപാടുകൾ കേട്ട് കണ്ടെത്താനാണ് പറഞ്ഞു. വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും കോടതി നിയോഗിച്ചതാണ് പരിശോധിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രധാന ഈ സംസ്ഥാനങ്ങളിൽ അഭിപ്രായങ്ങൾ കേൾക്കുന്നതും രാജ്യത്തുള്ള ലക്ഷ്യം ശരി, മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിലാണ് കേന്ദ്ര ജലവിഭവ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. കേരളവും തമിഴ്നാടും തമ്മിലാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രശ്നപരിഹാരത്തിന് തന്നെയാണ് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രാലയവും ശ്രമിക്കുന്നത്. കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് സർക്കാർ അംഗീകരിക്കുമെന്നതൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും കേന്ദ്ര ജലവിഭവ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും കേരളവും തമിഴ്നാടും തമ്മിലുള്ള ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ജലവിഭവ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപിൽ ചർച്ച പുരോഗമിക്കുന്നത്. എന്തായാലും പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്. തൃശൂർ ചൂണ്ടയിൽ തെരുവുനായ ശല്യം മൂലം സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് UP സ്കൂളിനാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത്. സ്കൂളിലെ വാഹന ഷെഡിൽ തെരുവുനായ പ്രസവിച്ച് കിടക്കുന്നതിനാലാണ് അവധി പ്രഖ്യാപിച്ചത്. 5ഓളം നായക്കുട്ടികൾ ഉള്ളതിനാൽ തെരുവുനായയെ അവിടെ നിന്നും മാറ്റാനാവാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ മാസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ തെരുവുനായ കടിച്ചിരുന്നു. ഈ നായയ്ക്ക് പേവിഷബാധ ഉണ്ടെന്നും സ്ഥിരീകരിച്ചിരുന്നു. സ്കൂളിന് പുറത്തും നിരവധി തെരുവുനായകൾ ഉള്ളതിനാൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ധൈര്യത്തോടെ സ്കൂളിലേക്ക് എത്താൻ സാധിക്കാത്തതിനാലാണ് അധികൃതർ അവധി നൽകിയത്.